ജാതി വിവേചനം ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ അതിനെ അതില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല മാറി. ഇപ്പൊ ജാതി ആരും ജാതി സംസാരിക്കാൻ പാടില്ല, ജാതി ഭീകരത എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അത് ബേസിക്കലി ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തതുണ്ട്. എല്ലാവരോടും അവങ്ങനെ പറയുന്ന എല്ലാവരോടും എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഗോ റീഡ് അംബേദ്കർ ആൻഡ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രിവിലേജ് അനുസരിച്ച് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പേര് മനുഷ്യന്മാർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിന് നിങ്ങളായിട്ട് തന്നെ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഇരിക്കുന്നവർക്കൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ മറിച്ച് മറ്റുള്ളവരുടെ ജീവിതം അങ്ങനെയല്ല. സോ അപ്പൊ അവരോട് ചേർന്ന് നിൽക്കാനും അവരെന്താണ് ഗോത്രമെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കും. ഈ വന്ന കാലഘട്ടത്തിൽ റിസർവേഷനെതിരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് അജ്ഞതയാണ്, അവർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും ഈ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോക്ക് സാധ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ വിവേചനങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേ